സ്വപ്നം കാണുന്നത് നല്ലതാണ്, എന്നാൽ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക കൂടി വേണം. ഇത്തരം സ്വപ്നങ്ങളും അതിനുമേലുള്ള പരിശ്രമങ്ങളുമാണ് അത്ഭുതകരമായ പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ. ഭൂതിപൂർണ സുരേന്ദ്രവന്ദിത സാധുരക്ഷക പാഹിമാ, ഭൂതിഭൂഷണ ഭൂരിഭാവുക ഭൂതസേവിത പാഹിമാ. യഥാർത്ഥത്തിൽ ധർമ്മശാസ്താവ് എന്ന് വിളിക്കുന്ന മൂർത്തിയുടെ വാഹനം കുതിരയാണ്, വാജി ആണ്. നമ്മൾ ശബരിമലയിൽ നോക്കുകയാണെങ്കിലും ഏത് ശാസ്താക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിലും കൊടിമരത്തിന് മുകളിൽ ഭഗവാന്റെ വാഹനം ഉണ്ടായിരിക്കും, അത് കുതിരയായിരിക്കും. ഏത് ക്ഷേത്രത്തിലും പുലി എന്നുള്ളത് അയ്യപ്പന്റെ മണികണ്ഠന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുക. ധർമ്മശാസ്താവിന്റെ വാഹനം എപ്പോഴും കുതിരയാണ്. കുതിര ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുലി ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ എന്തിന്റെ പ്രതീക? ഭഗവാൻ എന്തിന്റെ മുകളിലായി കയറിയിരിക്കുന്നത്? ഈ പുലി അല്ലെങ്കിൽ കുതിര, ഇതിന്റെ സ്വഭാവമുള്ള ഒരു സാധനം നമ്മുടെ അടുത്തുണ്ട്, അത് നമ്മുടെ മനസ്സാണ്. കടിഞ്ഞാണില്ലാണ്ട് ഇങ്ങനെ പോകുന്ന തോന്നും പടി സഞ്ചരിക്കുന്ന ഒരു കുതിരയാണ് നമ്മുടെ മനസ്സ്. ഇത് എരുമേലി പെരുശ്ശേരി പുത്തൻ വീട്. മഹിഷി നിഗ്രഹം എന്ന അവതാര ദൗത്യത്തിന് പുറപ്പെട്ട സാക്ഷാൽ ശ്രീ അയ്യപ്പനെ അഭയമേകിയ മുത്തശ്ശി ഗൃഹം. പുണ്യപുരാതനമായ ഈ ഗൃഹത്തിൽ അയ്യപ്പൻ ഒരു രാത്രി താമസിച്ചു എന്നാണ് ഐതിഹ്യം. പേട്ടതുള്ളലിൻ്റെ ചടങ്ങ് ഇങ്ങനെയാണ്. ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിച്ച് നാണയം വെറ്റിലപ്പാക്കോടെ പുണ്യപാപ ചുമടായ ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കും. അതിനുശേഷം പെരിയ സ്വാമിക്ക് ദക്ഷിണ നൽകും. തുടർന്ന് ഏതാണ്ട് 8 അടി നീളമുള്ള കമ്പിളിപ്പുതപ്പിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു. 2 കന്യയ്യപ്പന്മാർ കമ്പിൻ്റെ 2 അറ്റങ്ങൾ തോളിൽ വയ്ക്കും. ഈ കമ്പിൽ കെട്ടിത്തൂക്കുന്ന പച്ചക്കറികൾ നിഗ്രഹത്തിനു ശേഷം മഹിഷിയെ കൊണ്ടുപോയതിൻ്റെ സ്മരണയാണെന്നും അതല്ല ഈശ്വരപ്രീതിക്കായി വിഭവങ്ങൾ എത്തിക്കുന്നതാണെന്നും വിശ്വസിക്കുന്നു.